നമസ്കാരം. കഴിഞ്ഞ 10 വർഷം ഭരിച്ച സർക്കാർ അവർ നടത്തിയിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളും വിലയിരുത്തിയാൽ അതിന്റെ പിന്നിൽ മറ്റു ചില പ്രവർത്തനങ്ങൾ കൂടി ഉണ്ട് എന്ന് മനസ്സിലാവും. നമുക്കറിയാം, ഇവിടെ കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള വാർത്തകൾ, അജിത് കുമാറുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ, വയനാട് ലാൻഡ്സ്ലൈഡ് വന്ന് അതിൽ കേരളം മുഴുവൻ, മലയാളികൾ മുഴുവൻ കരയുമ്പോൾ ഇന്ത്യ അതിൽ വിഷമം കൊണ്ട് താടിക്ക് കൈയും കൊടുത്തിരിക്കുന്ന സമയത്താണ് ഇവിടെ നമ്മുടെ മഹാൻ ചില കാര്യങ്ങൾ ഒപ്പിച്ചത്. ഏത്? നവകേരള സദസ്സിൽ ചില കലാപരിപാടികൾ ഒപ്പിച്ചിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ഗുണ്ടകളായിട്ടുള്ള ഗൺമാന്മാർക്കും ബാക്കിയുള്ളവർക്കും എതിരെയുള്ള റിപ്പോർട്ടുകൾ തിരുത്താൻ പോലീസുകാരെ നിർബന്ധിച്ചവർ കൊണ്ടത് ചെയ്യിച്ചത്. കാരണം അതിനിടയിൽ അങ്ങ് മറഞ്ഞു പോവാണ്. അപ്പൊ ഏതൊരു കാര്യം ചെയ്തു കഴിഞ്ഞാലും പിണറായി സർക്കാരിൻ്റെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ മറ്റൊരു ചരിത്രമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതായാലും അത്തരത്തിൽ ചരിത്രം തിരുത്തി കുറിച്ചിട്ടുള്ള ഗുണ്ടകൾക്ക്, CPM ഗുണ്ടകൾക്ക് കഷ്ടകാലം തുടങ്ങി, അവർക്ക് ശനിദശ തുടങ്ങി എന്ന് വേണം മനസ്സിലാക്കാൻ. നിയമം എന്നത് അവർക്ക് കൂടി ബാധകമാണ് എന്ന് മനസ്സിലാക്കണം. കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ നമുക്കറിയാം, ഇതുവരെയുള്ള രാഷ്ട്രീയ ചരിത്രം എടുത്ത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് രാഷ്ട്രീയ കൊലപാതകങ്ങൾ. അത് മാത്രമല്ല, ആ കൊലപാതകത്തിന് പിന്നിൽ ഭരണകൂടം അല്ലെങ്കിൽ ബന്ധപ്പെട്ട പാർട്ടി അവരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ, ഇതിന് മുന്നിൽ നിൽക്കുന്നത് CPM ആണ്. അധികാരത്തിന്റെ തണലിൽ എന്തും ചെയ്യാൻ മടിയില്ലാത്ത ക്രിമിനൽ സംഘങ്ങളെ വെള്ളവും വളവും കൊടുത്ത് തീറ്റി വളർത്തി ഒടുവിൽ നിയമത്തിന്റെ പരിരക്ഷയിൽ അവരെ സുഖലോലുപരായി അങ്ങനെ വളർത്തി ഇങ്ങോട്ട് വിടുക. ഭയങ്കര രസമായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. ഏതായാലും അവർക്ക് പ്രഹരമേറ്റ് തുടങ്ങിയിരിക്കുന്നു എന്ന ശുഭകരമായ വാർത്തയാണ് ഈ മണിക്കൂറുകൾ പുറത്തു വരുന്നത്. നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു കൊലപാതകമാണ് ഷുഹൈബിന്റെ വധക്കേസ്. ഷുഹൈബ് വധക്കേസിലെ മുഴുവൻ പ്രതികളുടെയും ജാമ്യം റദ്ദാക്കിക്കൊണ്ട് ഇന്ന് കോടതി ഉത്തരവ് വരുമ്പോൾ അത് കേരളം ചർച്ചയാക്കുന്നതിനും കാരണമുണ്ട്. ഷുഹൈബ് വധക്കേസിലെ പ്രതികളെ അടിയന്തരമായി റിമാൻഡ് ചെയ്യാനുള്ള തലശ്ശേരി അഡീഷണൽ സെഷൻ കോടതിയുടെ വിധി പിണറായി ഭരണകാലത്ത് വളരെ സുഖലോലുപരായി തിന്ന് കുടിച്ച് മതിച്ച് നടന്നിരുന്ന സർക്കാരിന്റെ തന്നെ നേരിട്ടുള്ള സംരക്ഷണം അനുഭവിച്ചിരുന്ന ഗുണ്ടകൾക്ക് ഉള്ള ഒരു വലിയൊരു തിരിച്ചടിയാണ്. നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് കേരളത്തിലെ സാധാരണക്കാരുടെ ഖജനാവിലെ പണം എടുത്തുകൊണ്ട് സംരക്ഷിത ഭിത്തി തീർത്ത് സുഖമായി ജീവിച്ചവർക്കുള്ള ഒരു തിരിച്ചടി, അല്ലെങ്കിൽ അത്തരത്തിലുള്ളവർക്ക് തിരിച്ചടി കിട്ടിത്തുടങ്ങി എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിരുന്ന ഷുഹൈബ് വളരെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ 1-ാം പ്രതി ആകാശ് തില്ലങ്കേരിയാണ്. ആകാശ് തില്ലങ്കേരി ഉൾപ്പെടെയുള്ള 17 CPM പ്രവർത്തകരുടെ ജാമ്യമാണ് കോടതി ഇപ്പോൾ റദ്ദാക്കിയേക്കുന്നത്. അപൂർവമായിട്ടുള്ള ഒരു തീരുമാനമാണ് കോടതി എടുത്തിട്ടുള്ളത്. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ജാമ്യം റദ്ദ് ചെയ്യുമ്പോൾ ഒന്നുകിൽ സാക്ഷിയെ സ്വാധീനിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ സാക്ഷികളെ ഭീഷണിപ്പെടുത്തുന്നുണ്ടാവും, അവരെ കൊലപ്പെടുത്തുന്നുണ്ടാവും. അങ്ങനെ പല കാര്യങ്ങളും CPM എന്തും ചെയ്യും. എന്തും ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് പിണറായി വിജയന്റെ വീടിന് തൊട്ടു മുന്നിലുള്ള പോലീസ് ജീപ്പ്. കഴിഞ്ഞ ദിവസം ആ പോലീസ് ജീപ്പിന് മുന്നിൽ നിന്നുകൊണ്ടൊരു മാധ്യമപ്രവർത്തകൻ പറഞ്ഞത്, കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ ജീപ്പ് ഇവിടെ കിടപ്പുണ്ട്. അതിനുള്ളിൽ 2-3 പോലീസുകാരുണ്ടാവും. ആ പോലീസുകാരിൽ വനിതാ പോലീസുകാരുണ്ടാവും. ഒന്ന് മൂത്രമൊഴിക്കാനുള്ള സൗകര്യം പോലും ഇല്ല, ഭക്ഷണമില്ല, ടോയ്ലറ്റ് സൗകര്യങ്ങളില്ല, ഒന്നുമില്ല. 10 വർഷമായി കാവൽ. പിണറായി എന്ന ഏകാധിപതി അങ്ങനെ 3 മനുഷ്യ ജന്മങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. ഓരോ ദിവസവും 3 പേർ വന്നിരുന്നുണ്ട്. രാത്രിയും പകലും അവിടെ ഉണ്ടെന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അത് റിപ്പോർട്ട് ചെയ്യാൻ ഒരു മാധ്യമ പ്രവർത്തകനും ധൈര്യം ഉണ്ടായില്ലെന്ന് കഴിഞ്ഞ ദിവസം അത് റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകൻ പച്ചയ്ക്ക് പറഞ്ഞു, ഞങ്ങൾക്ക് ആർക്കും അതിന് ധൈര്യമില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അറിയാമായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ റിപ്പോർട്ട് എടുത്തുകൊണ്ട് മടങ്ങിപ്പോകുന്നു ഞങ്ങൾക്ക് ഉറപ്പില്ല എന്ന്. ആ തരത്തിലാണ് CPMന്റെ ഗുണ്ടായിസം. പിണറായി എന്ന ഒരു ഏകാധിപതിയുടെ കീഴിലുണ്ടായിരുന്ന ഗുണ്ടകളുടെ വിളയാട്ടം എന്ന് പറയുന്നത് പിണറായിയുടെ വീടിനെ ഒരു 10 മീറ്റർ പോലും ദൂരമില്ലാതെ അടുത്തുള്ള കഥയാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും CPM പ്രതിനിധികളായിട്ടുള്ള ഇവർ ഷുഹൈബിനെ കൊന്നപ്പോൾ ആ ഷുഹൈബ് വധക്കേസിലെ തില്ലങ്കേരി അടക്കമുള്ള പ്രതികൾക്ക് ഏതൊക്കെ വിധത്തിലുള്ള പരിഗണന, ഒരു സൗകര്യങ്ങൾ CPM ഒരുക്കിയെടുത്തിട്ടുണ്ടാവും എന്ന് ചിന്തിച്ചാൽ മതി. അവരെ ജാമ്യത്തിൽ 8 വർഷമാണ് പുറത്ത് നടന്നത്. ആ 8 വർഷം പുറത്ത് നടന്ന ശേഷം ആ കേസുകൾ വൈകിപ്പിക്കാൻ വേണ്ടിയിട്ട് വിസ്താരം നടക്കുന്ന കോടതി മാറ്റണമെന്ന് പ്രതികൾ ആവശ്യപ്പെടുകയാണ്. അതായത് വെറുതെ വലിച്ചു നീട്ടി നമ്മുടെ ലാവലിൻ കേസ് പോലെ അങ്ങനെ നീട്ടി ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഷുഹൈബ് എന്ന് പറയുന്ന ആ ജീവന് യാതൊരു വിലയുമില്ല. അവസാനം ഷുഹൈബ് ഒറ്റയ്ക്ക് തലക്കടിച്ച് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കത്തിയും കുത്തിയും വെട്ടി അങ്ങ് മരിച്ചു എന്നുള്ളൊരു ഒരു രീതിയിലേക്ക് അങ്ങ് വരും. നമ്മളെ നവീൻ ബാബുവിന്റെ കേസ് പറഞ്ഞിരുന്നത് പോലെ. ഏതായാലും പ്രോസിക്യൂഷൻ നടപടികളെ തടസ്സപ്പെടുത്താനും കേസ് ആവശ്യമില്ലാതെ നീട്ടി കൊണ്ടുപോകാനുള്ള ആ പ്രതിഭാഗത്തിന്റെ തില്ലങ്കേരിയുടെയും 17 പേരുടെയും
ആ നീക്കത്തിന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ തിരിച്ചടിയാണ്. അവർ ആ നീക്കം നടത്തുമ്പോൾ പ്രോസിക്യൂഷൻ എന്തായാലും വെറുതെ ഇരിക്കില്ല. പ്രോസിക്യൂഷൻ സർക്കാർ സംവിധാനങ്ങൾ ഇന്ന് ശക്തമാണ്. കാരണം ഇപ്പൊ അവർക്ക് പേടിക്കാനില്ല. ഇപ്പോ സംസ്ഥാനത്ത് ഭരണം മാറി ഇനി ഒരു 5 വർഷമെങ്കിലും അവർക്ക് ധൈര്യപൂർവ്വം നീതി നടത്താമെന്ന ഒരു സ്ഥിതി എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് പറയാം, മറുഭാഗത്ത് CPM ആണെന്നുണ്ടെങ്കിൽ നെഞ്ചുപിടിയോടുകൂടിയാണ് അവരവരുടെ നീതി നടപ്പിലാക്കുന്നത്. നീതി അവർ നടപ്പിലാക്കും, പക്ഷെ അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എങ്ങനെയാണ് അവസ്ഥ എന്ന് അറിയില്ല. അതാണ് ഒരു സ്ഥിതി എന്ന് പറയുന്നത്. കാര്യം മുഖ്യമന്ത്രിയുടെ വീടിന് മുന്നിൽ നിന്നിട്ടുള്ള ഓരോ ദിവസവും വന്ന് നിൽക്കുന്ന 3 ദിവസം നിൽക്കുന്ന ആ പോലീസുകാർ എത്ര ശാപവാക്കുകളായിരിക്കും പിണറായി വിജയനെ കൊടുത്തിട്ടുള്ളതെന്ന് ചിന്തിക്കണം. ആ ശാപവാക്കുകളെല്ലാം ഏറ്റായിരിക്കും മിക്കവാറും അദ്ദേഹത്തിന് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത്. ചിന്തിക്കണ്ടേ. ഏതായാലും ശക്തമായ നിലപാട് ഈ തില്ലങ്കേരിക്കും ബാക്കിയുള്ളവർക്കും വേണ്ടിയിട്ട് അതിനെതിരെ പ്രോസിക്യൂഷൻ എത്തുകയും പ്രതികളുടെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പ്രോസിക്യൂഷന്റെ വാദങ്ങൾ 100% ശരിയാണ്, അത് അങ്ങനെ തന്നെയാണ് വേണ്ടത് എന്ന് അംഗീകരിച്ചുകൊണ്ട് ഒരു ചരിത്രം തിരുത്തിയിട്ടുള്ള ഒരു വിധിയാണ് ഇപ്പോ ഒരു റിമാൻഡ് ചെയ്യണം, ഇവരെ ജാമ്യം റദ്ദാക്കിയിട്ട് എത്രയും പെട്ടെന്ന് റിമാൻഡ് ചെയ്യണം. അവിടെ നിന്നുകൊണ്ട് വേണ്ട കാര്യങ്ങൾ അവർ ചെയ്തോട്ടെ. അവർക്ക് കോടതി മാറണമെങ്കിൽ കോടതി മാറട്ടെ, വേറെന്തെങ്കിലും ചെയ്യട്ടെ. അതുകൊണ്ട് ഈ ജാമ്യം റദ്ദ് ചെയ്യുന്നു, വളരെ പെട്ടെന്ന് ഇപ്പോൾ തന്നെ നേരെ റിമാൻഡ് ചെയ്തോളൂ എന്ന് ഉത്തരവ് വന്നത്. 8 വർഷത്തോളമായി സുഖലോലുപരായി കഴിഞ്ഞതാ. സർക്കാരിന്റെ ചെലവിലായിരുന്നു മുഴുവൻ കേസുകൾ. നമ്മുടെ ഖജനാവിൽ നിന്ന് എടുത്ത് പണം കൊണ്ട് ഡൽഹിയിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങുന്ന വക്കീലന്മാർ പറന്നു വരികയാണ്. അവരെ തറവാട്ടിൽ നിന്നെടുത്ത പണമല്ല. ഷുഹൈബ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കൊന്നതിന് ആ കൊലയാളികളെ രക്ഷിക്കാൻ എന്റെയും എന്നെ കേൾക്കുന്ന നിങ്ങളുടെയും നികുതിപ്പണം എടുത്ത് സർക്കാർ കേസ് നടത്തി, പിണറായി സർക്കാർ കേസ് നടത്തി എന്ന് പറയുമ്പോൾ ഒന്ന് ചിന്തിച്ചാൽ മതി. ഏതായാലും അവർക്ക് വീണ്ടും ജയിലറകളിലേക്ക് പോകേണ്ടി വരുന്നു എന്നത് പിണറായി വിജയന്റെ അല്ലെങ്കിൽ CPM ക്രിമിനലുകളുടെ അപ്രമാദിത്വത്തിന് ഏറ്റിട്ടുള്ള ഒരു കനത്ത തിരിച്ചടിയാണ്. ഇത് മാത്രമല്ല, പിണറായി സർക്കാരിന്റെ കാലത്ത് ഇത്തരം കൊലയാളികളെയും ഗുണ്ടകളെയും ഒക്കെ സംരക്ഷിക്കാൻ ഭരണകൂടവും അതുപോലെ തന്നെ ഖജനാവും ഏതറ്റം വരെയും പോകും എന്നൊരു ആക്ഷേപം അന്നേ പറയുന്നുണ്ട്. ഷുഹൈബ് വധക്കേസിലെ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മാതാപിതാക്കൾ കോടതിയെ സമീപിച്ചപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതിയിൽ നിന്ന് ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങുന്ന പ്രമുഖ അഭിഭാഷകരെ ഇറക്കിയിട്ടുള്ള സർക്കാരിന്റെ നിലപാട് നടപടി നമുക്കറിയാം. അതിന് ചെലവഴിച്ചിട്ടുള്ളത് ഖജനാവിലെ പണമാണ്. ഞാൻ നിങ്ങളുമൊക്കെ അധ്വാനിച്ച് ഖജനാവിലേക്ക് കൊടുക്കുന്ന നികുതി പണത്തിന്റെ അതിൽ നിന്നൊരു ഭാഗം. ജനങ്ങളുടെ നികുതി പണം എടുത്ത് കൊലയാളികളെ സംരക്ഷിക്കാൻ യാതൊരു ഉളുപ്പും പിണറായി സർക്കാരിന് ഇല്ലായിരുന്നു എന്നുള്ളതാണ്. കോടികൾ ഒഴുക്കിയ സർക്കാർ അതിനു വേണ്ടിയിട്ട്, പാർട്ടിക്ക് വേണ്ടിയിട്ട് കൊല നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ പാർട്ടിയുടെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടി സമൂഹത്തിൽ ഉണ്ടാക്കുന്ന കുതന്ത്രങ്ങൾ അതിനെയൊക്കെ മറച്ചു പിടിക്കാൻ വേണ്ടി അതിൽ ഭാഗഭാക്കാവുന്നവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് കോടികൾ ചെലവഴിക്കുന്ന സർക്കാർ. ഒരു ദുരന്തമായിരുന്നു ഈ സർക്കാർ. വികസനത്തിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്, പക്ഷെ മറുഭാഗത്ത് ഏറ്റവും ദുരന്തമായിരുന്നു, ജനവിരുദ്ധമായിട്ടുള്ള സർക്കാരായിരുന്നു. ഗുണ്ടകൾ കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ പൗരപ്രമുഖരെന്ന് പറയുന്ന കാശുകാരായിട്ടുള്ള പണച്ചാക്കുകളായിട്ടുള്ള ഒരു വിഭാഗം, അവർക്ക് വേണ്ടി മാത്രം ഭരിച്ചിട്ടുള്ള സർക്കാർ. ഇവിടെ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു തരത്തിലും ഈ സർക്കാർ ഒരു ആശ്വാസമായിരുന്നില്ല എന്ന് ഇതിൽ നിൽക്കുമ്പോൾ വ്യക്തമാകും. പാർട്ടി ഗുണ്ടകൾക്ക് സർക്കാർ നൽകുന്നിട്ട് അമിത സ്വാതന്ത്ര്യം നമുക്കറിയാം. പത്രവാർത്തകൾ വന്നതിന് മുമ്പ് ജയിലിലൊക്കെ ജയിലർമാരെയും മറ്റുള്ളവരും ഒക്കെ ഭരിക്കുന്നത് അവരാ. ചോരക്കളം നടത്തി കേരളത്തെ ഞെട്ടിച്ചിട്ടുള്ള പ്രതികളെ പോലും ജയിലിൽ സ്വരൂഹാരം നടത്തുന്നു. ഇപ്പൊ നമുക്കറിയാം, ഇഷ്ടക്കാരെ മുഴുവൻ തോന്നിയതുപോലെ പുറത്തേക്ക് പരോളിൽ കൊണ്ടുവരുന്നു. ചിലർക്കൊക്കെ ശിക്ഷ ഇളവ് നടത്തിയിട്ട് അവരെ തോന്നിയതുപോലെ അടുത്ത് വിടുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടതല്ലേ. പൂക്കോട് വെറ്ററിനറി കോളേജിൽ SFIക്കാർ കൊന്ന ദിവസങ്ങളോട് പട്ടിണി കിട്ടും കെട്ടിത്തൂക്കി മർദ്ദിച്ചു കൊന്ന സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയുടെ കേസ് നമുക്കറിയില്ലേ. ആ കൊലയാളികളെ ആദ്യം പോലീസിനെ കൊണ്ട് പറയിച്ചത് എന്താണ്? സിദ്ധാർത്ഥ ആത്മഹത്യ ചെയ്തു എന്നാണ്. എന്നാൽ പിന്നീട് പ്രക്ഷോഭം ഉണ്ടായി, ജനങ്ങൾ പ്രതികരിച്ചു, സോഷ്യൽ മീഡിയ അടക്കം ശക്തമായി പ്രതികരിച്ചപ്പോഴല്ലേ പ്രതികൾക്കെതിരെ കേസെടുക്കാനും അറസ്റ്റ് ചെയ്യാനും നോക്കിയത്. എന്നാൽ അതിനുശേഷം എന്താണ് സംഭവിച്ചത്? അവരെ സംരക്ഷിക്കാനുള്ള സകല സംവിധാനങ്ങളും സർക്കാർ സംവിധാനങ്ങൾ ചെയ്തു കൊടുത്തു. പാർട്ടി തലപ്പത്ത് നിന്ന് ഭരണകൂടത്തിൽ നിന്ന് വലിയ ശ്രമങ്ങൾ നടത്തി അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. അതുപോലെ തന്നെയാണ് അരീക്കോട്ടത്തെ വിദ്യാർത്ഥിയായിരുന്ന ഷഹബാസിന്റെ കൊലപാതകം നടത്തുന്നതിന് മുമ്പ് പിള്ളേരന്മാരാണ്, പക്ഷെ അവർ കൊലപാതകം നടത്തുന്നതിന് മുമ്പ് വാട്സപ്പിലും മറ്റു സോഷ്യൽ മീഡിയയിലും ഒക്കെ പരസ്യമായിട്ട് കൊലവിളി നടത്തി. കൂട്ടായി കൊന്നു കഴിഞ്ഞാൽ ശിക്ഷ ഒന്നും വരാനില്ല എന്ന് കൃത്യമായി നിയമോപദേശം കിട്ടിയതുപോലെ അവർ സംസാരം നടത്തി. അതിനുശേഷമാണ് ഷഹബാസിനെ കൊല്ലുന്നത്. ആ ഷഹബാസിനെ കൊന്ന വിദ്യാർത്ഥികൾക്ക് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പിന്നെ CPM നിലപാടെടുത്തതും അവരെ സഹായിച്ചതും ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. അങ്ങനെ ഏത് കേസും നമ്മൾ ഓരോരോ കേസ് എടുത്തു കഴിഞ്ഞാൽ ആ കേസിലെല്ലാം
പ്രതികളെ സംരക്ഷിക്കാൻ, പ്രതികളെ രക്ഷിക്കാൻ, അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ഒത്താശ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്. അതായത് മനുഷ്യന് വേണ്ടിയിട്ട്, മനുഷ്യത്വമുള്ളവർക്ക് വേണ്ടിയിട്ട്, സാധാരണക്കാർക്ക് വേണ്ടിയല്ല ഇവർ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്, ഗുണ്ടകൾക്ക് വേണ്ടിയിട്ടാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ഈ കോടതി വിധിയിലൂടെ പുറത്തു വരുന്നത്. ഇത്രയും കാലം പാർട്ടി കോടതികളും ഭരണ സ്വാധീനവും തങ്ങളെ കാക്കുമെന്ന അഹങ്കാരത്തിലായിരുന്നു ഈ ഗുണ്ടകൾ, കേരളത്തിലെ ക്രിമിനൽ സംഘങ്ങൾ. എന്നാൽ ഷുഹൈബ് വധക്കേസിലെ പ്രതികളുടെ ജാമ്യം റദ്ദാക്കിയ കോടതി വിധി ഓർമ്മിപ്പിക്കുന്നത് ഒരൊറ്റ കാര്യമാണ്: ഭരണകൂടത്തിന് ഗുണ്ടകളെ എത്ര കാലം സംരക്ഷിക്കാൻ കഴിഞ്ഞാലും ഒടുവിൽ അവർ അവസാനം നിയമത്തിന് മുന്നിൽ മുട്ടുമടക്കേണ്ടി വരും എന്നുള്ള പരമമായ സത്യം. അധികാരത്തിന്റെ തണലിൽ ആടിത്തിമിർത്തിട്ടുള്ള CPM ഗുണ്ടകളുടെ ശനിദശ ഇവിടെ തുടങ്ങി അതിവിടെ കുറുക്കുകയാണ് എന്നാണ് ഈ വിധിന്യായത്തിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കേണ്ടത്. Different angles. Don't forget to subscribe and support this channel.